നാളികേര സമൂഹ രാഷ്ട്രങ്ങളുടെ ഉന്നതതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി മോഹൻ കല്യാൺജി ഭായ് കുന്ദാരിയ 3 ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 18 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് കൊച്ചിയിൽ നടക്കുന്ന 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ടെക്നോളജിയിലൂടെയും ഗവേഷണത്തിന്റെയും കൂട്ടായ വളർച്ച ലക്ഷ്യമാക്കി ആഗോള നാളികേര മേഖലയിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിനിമയമാണ് മിനിസ്റ്റീരിയൽ മീറ്റിംഗിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നാളികേര ഉൽപാദക രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് നേട്ടങ്ങൾ കൈവരിക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മോഹൻ കല്യാൺജി ഭായ് കുന്ദാരിയ ആവശ്യപ്പെട്ടു. नारियल पर अनुसंधान एवं विकास के लिए हमारे निरंतर प्रयासों के कारण पिछले 2 दशकों में खेती तथा उत्पादन प्रसंस्करण की टेक्नोलॉजी में काफी सुधार आया है. ആഗോളതലത്തിൽ ഏകദേശം 12 ദശലക്ഷം ഹെക്ടറിലാണ് നാളികേര കൃഷി ചെയ്യുന്നത്. നയങ്ങൾ രൂപീകരിക്കുമ്പോൾ എങ്ങനെയെല്ലാം കർഷകരെ സഹായിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട്. സണ്ണി പീറ്റർ, സൂര്യ ന്യൂസ്, കൊച്ചി. ഏഷ്യൻ പസഫിക് നാളികേര സമൂഹ രാഷ്ട്രങ്ങളുടെ മന്ത്രിതല സമ്മേളനം കേന്ദ്ര കൃഷി സഹമന്ത്രി MK കുന്ദാരിയ ഉദ്ഘാടനം ചെയ്തു. പുരോഗതി കൈവരിച്ച നാളികേര ഉൽപാദക രാജ്യങ്ങൾ ഇന്ത്യ പോലുള്ള വികസന നാളികേര ഉൽപാദക രാജ്യങ്ങളിലെ കർഷകരെ രക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ പ്രൊഫസർ KV തോമസ് MP അധ്യക്ഷനായിരുന്നു. മന്ത്രി K ബാബു പ്രത്യേക അതിഥിയായിരുന്നു. എറണാകുളം ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന സമ്മേളനത്തിൽ APCC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉറോൺ സലൂം, APCC ചെയർമാൻ സഞ്ജയ് ചോപ്ര, നാളികേര വികസന ബോർഡ് ചെയർമാൻ TK നാളികേരത്തിന്റെ അന്താരാഷ്ട്ര വിപണന കേന്ദ്രം കൊച്ചിയിൽ തുടങ്ങാൻ തീരുമാനം. ഏഷ്യൻ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ തീരുമാനം കർഷകർക്ക് ന്യായവില ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷ. വെളിച്ചെണ്ണയുടെയും വെർജിൻ കോക്കനട്ട് ഓയിലിന്റെയും നീരയുടെയും ഗുണം സംബന്ധിച്ച് ആഗോളതലത്തിൽ ക്ലിനിക്കൽ പഠനം ആരംഭിച്ചതായി നാളികേര വികസന ബോർഡ് ചെയർമാൻ TK ജോസ് അറിയിച്ചു. ആഗോള സംഘടനയായ ഏഷ്യ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയാണ് പഠനത്തിന് മുൻകൈയെടുക്കുന്നതെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലോകത്തെ വിവിധ ജനവിഭാഗങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന പഠനമാണ് നടക്കുന്നത്. കൊച്ചിയിൽ നടക്കുന്ന 51ാമത് APCC സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി തീരുമാനങ്ങളുമായി ഏഷ്യൻ പസഫിക് കോക്കനട്ട് കമ്മിറ്റിയുടെ ഉന്നത മന്ത്രിതല യോഗം സമാപിച്ചു. കൊച്ചി കേന്ദ്രമാക്കി അന്താരാഷ്ട്ര നാളികേര വാണിജ്യ കേന്ദ്രം സ്ഥാപിക്കാനുള്ള സുപ്രധാന തീരുമാനം യോഗത്തിലെടുത്തു. നാളികേര കർഷകർക്ക് ആവശ്യമായ വിവരങ്ങൾ, പരിശീലനം, ഗവേഷണം തുടങ്ങിയവയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തിൽ സെന്റർ ഓഫ് എക്സലൻസ് നിലയവും ഇന്ത്യയിൽ സ്ഥാപിക്കും. ഇതിന്റെ പ്രാരംഭ പദ്ധതികൾക്ക് 60 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും. APCC അംഗരാഷ്ട്രമായ ഇന്തോനേഷ്യയ്ക്ക് സമാനമായ അന്താരാഷ്ട്ര വാണിജ്യ കേന്ദ്രമാണ് സ്ഥാപിക്കുന്നത്. കൊച്ചിയിൽ കൂടി രാജ്യാന്തര വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ച് നാളികേര വ്യാപാരികൾക്കും കർഷകർക്കും ന്യായവില ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. APCC അംഗരാജ്യങ്ങളിലെ നാളികേര കർഷകരുടെ ഉന്നമനത്തിനും സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനും വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ വളർത്തുന്നതിനും വേണ്ടി കൂട്ടായി പരിശ്രമിക്കുന്ന വേദിയാണ്. ഇത്തവണക്കത്തെ ഈ നയരൂപീകരണ സമ്മേളനമാണ് ഈ APCC മിനിസ്റ്ററി. ഇപ്രാവശ്യത്തെ സമ്മേളനം ഇന്ത്യയിൽ വെച്ച് നടത്തുന്നതിന് ആതിഥ്യമരുളുന്നതിന് നമുക്ക് ഭാഗ്യമുണ്ടായി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ തിരഞ്ഞെടുത്തത് CDBയുടെ ആസ്ഥാനമായ കൊച്ചിയെ തന്നെയാണ്. കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ മോഹൻ ഭായ് കല്യാൺജി ഭായ് കുന്ദരിയ ആണ് ഉദ്ഘാടനം നടത്തിയത്. APCC അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ വിപുലമാക്കാനും യോഗത്തിൽ ധാരണയായി. കോക്കനട്ട് ബോർഡ് ചീഫ് ഡെവലപ്മെന്റ് ഓഫീസർ സുബ്രതോ ഘോഷ്, ഫിജി കാർഷിക മന്ത്രി ഇനാഷ്, സമോവ കാർഷിക മന്ത്രി ലെ മാറിയ റോബാദി, APCC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉറോൺ സലൂൺ, ഫിലിപ്പൈൻസ് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ റോമുലോ അറൻഗൻ എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് NMTN.